എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? BJP ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു കൂടാത്തത് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയങ്ങളുണ്ട്. ഒരു മുസ്ലിം രാജ്യത്ത് മാത്രമാണ് ഒരാളുടെ, ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത്. അയാളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ പോലും, അയാളുടെ ആരാധനകൾ സമ്പൂർണ്ണമാകണമെങ്കിൽ പോലും അതൊരു മുസ്ലിം രാജ്യമാകേണ്ടതുണ്ട് എന്ന വാദമാണ് അബ്ദുൽ അഅ്ല മൗദൂദി ഉയർത്തിയിട്ടുള്ളത്. അതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ എന്താണ് കുഴപ്പം? അങ്ങനെ വന്നാൽ ഈ നാട്ടിൽ ജീവിച്ചു മരിച്ച അനേക ലക്ഷം മുസ്ലിങ്ങൾ സമ്പൂർണ്ണമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളാതെയാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് വാദിക്കേണ്ടി വരും. അവരുടെ ആരാധനകൾ സമ്പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരും. അബ്ദുൽ അഅ്ല മൗദൂദി ആ തരത്തിലുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്ന് അബ്ദുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയില്ല കേട്ടോ. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കോ എൻ്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്കോ ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള വ്യക്തിപരമായ ഒരു ബാധ്യതയും നമ്മുടെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാർ നമ്മളോട് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല.